ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ വ്ളോഗോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി എന്തായാലും അടുപ്പിച്ചിട്ട് കുറേ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ വ്ളോഗിലും 3 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമായിരിക്കും ബാക്കിയുള്ള മെസ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഈ ബർത്ത്ഡേ കാർഡ്, വെഡിങ് കാർഡ്, ചോക്ലേറ്റ്സ്, ഇതിലൊരു ഷോ കേസ് പീസാണ് ഇതിൽ. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പെർഫ്യൂമാണ്, ഇത് ഫ്രെയിമാണ്. ഓക്കേ, അങ്ങനെ അത് ധൃതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഓരത് പിക്ക് ചെയ്യാൻ വരാമെന്നുള്ള രീതിക്ക് അങ്ങനെ കൊടുക്കാൻ പോയതായിരുന്നു. പിന്നെ എന്തുണ്ടായി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. ലെറ്റ്സ് ഗോ. വേഗം പോവാ. അങ്ങനെ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ എൻ്റെ ഒപ്പം മിന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എന്തുണ്ടായി എന്നുള്ളത് ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ഉണ്ടാവില്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെയാണ് ഒരു പറയുന്നത് വെഡിങ് നടക്കുന്നിടത്തേക്ക് അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ചധികം ഡിസിഷൻസും എല്ലാം കൂടെ ആയിട്ട് കുറേ അധികം നേരം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ മിന്നുവിന് കളർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ അത് ചെയ്തു. അങ്ങനെ ഹാമ്പർ കൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ തീരെ ഫ്രീ അല്ലായിരുന്നു. കാരണം മമ്മാൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ സാരമില്ല എന്നുള്ള രീതിക്ക് അങ്ങനെ അവരോട് ഓക്കെ പറഞ്ഞതാണ്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഇതിൽ ഡ്രസ്സിനൊന്നും നിങ്ങൾ വലിയ മാറ്റം പ്രതീക്ഷിക്കണ്ട. കാരണം കഴിഞ്ഞ വട്ടം പോയിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഞാനും മിന്നും പ്രാവശ്യം രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പോയതെന്തായാലും കാര്യമായി. ഞങ്ങൾക്കൊരു മോർണിംഗ് വാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആണ്. ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്. അപ്പോൾ ഇന്നാണ് നമ്മൾ മമ്മാൻ്റെ വീട്ടിൽ പോകുന്നത്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുന്ന ടൈമിൽ രാവിലത്തെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിൽ അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ വ്ളോഗിൽ എന്നെക്കാളും കൂടുതൽ മൂപ്പര് ഇരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഡാൻസ് കളിക്കൽ തന്നെ ഇരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ വീട്ടിൽ 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞില്ലേ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഉണ്ടാവുമെന്ന്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. പിന്നെ എക്സാം ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അത്യാവശ്യം കുറേ ലോങ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇൻഷാല്ലാ എടുക്കാൻ പറ്റും വിചാരിക്കും. ഞാനായിരിക്കും വ്ലോഗ് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യാത്ത ഗൈസ്. നമ്മൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അലാക്കിൻ്റെ ബ്ലോക്കിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇതുവരെയൊക്കെ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ വരെ എന്തിനാണെന്ന് അത്രങ്ങാനും ബ്ലോക്ക് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ബ്ലോക്കും അതിൻ്റെ ഇടയിൽ ചൂടൊക്കെ പാടിയിട്ട് അങ്ങനെ കുറച്ചധികം നേരത്തിന് ശേഷം നമ്മൾ എന്തായാലും മമ്മാൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. അവിടെ എത്തിയിട്ട് ഉമ്മച്ചീനൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക ഫീലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കും മിന്നുവിനൊക്കെ പിന്നെ എവിടുന്നാ വിശപ്പ് കയറി വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ പോയി പാടെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉമ്മച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ആശറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമിയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല. ആമിയൊന്നും ഇവിടെ ഇല്ല. കാരണം ഓരമ്മയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. എക്സാമും കൂടെ ആയതുകൊണ്ട് ഒരു മെടക്ക് പോയില്ല. നമുക്ക് ഇരുന്ന് പഠിക്കാൻ ഇപ്പോൾ കുറേ ഇരുന്ന് പഠിക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷേ മണ്ട എക്സാമാണ്. പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ എന്തായാലും പഠിക്കാതിരിക്കാം.
ഇവിടെ പിന്നെ നമുക്ക് കുറച്ചുകൂടി ലേറ്റ് ഇരിക്കാൻ പറ്റും. അവിടെ അങ്ങനെയല്ല, എൻ്റെ അവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ലേറ്റ് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കാൻ വിചാരിക്കുന്നുണ്ട്. അവിടെ എക്സാമിൻ്റെ ടൈംസ് ഒക്കെ ഇരിക്കാറുണ്ട്. സോ ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാത്തതാണ്. അത് കഴിഞ്ഞിട്ട് തിയറി മാത്രമേ ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ പെൻഡിങ് കിടക്കുന്നുണ്ട്. എന്തായാലും പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കുറച്ച് വ്ളോഗ്സിലൊക്കെ ആയിട്ട് ഞാൻ ഫുൾ പഠിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യുന്ന ഞാൻ ഡെയിലി പഠിക്കുന്നതാണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ആ വ്ളോഗുകളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കുന്നതല്ല. സെക്കൻഡ് തിങ്, ഞാൻ പഠിക്കാൻ തോന്നിയാൽ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും എക്സാമാണ്, പഠിക്കാൻ തോന്നിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പഠിക്കണം. അപ്പോൾ പഠിക്കാനിരിക്കണക്കാണെങ്കിൽ പഠിക്കാനേ പോകില്ല. ഫസ്റ്റ് എക്സാം നമുക്ക് അക്കൗണ്ടൻസി ആണ്, അത് പഠിക്കണം. അതാണ് അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ആദ്യം പോയിട്ട് എടുത്തിട്ട് വരാം. തൽക്കാലം ഇപ്പോൾ ഇത്രയൊക്കെ ബുക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടെണ്ണം അക്കൗണ്ടൻസി നോട്ടാണ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണ്. വൈബോർഡ് എടുത്തിട്ടുണ്ട്, റോൾസ് ഉണ്ട്, വേറെ സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് എടുക്കാൻ പോയത്. ട്രൈപ്പോഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്തിട്ട് ഇവിടുന്നാണ് അൺബോക്സ് ചെയ്ത്, എന്നിട്ട് ഞാനത് വരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സ്റ്റഡി വ്ളോഗ് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പഠിക്കാം. ഇത് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്ത് തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യലൊക്കെ തന്നെ നടക്കുള്ളൂ. പിന്നെ ഞാൻ ക്ലാസ്സിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്, ഇപ്പോൾ ഞാൻ CBSE ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്ലാസ്സുകളും വരിക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇക്കും കൂടെ കാണാൻ പറ്റിയതുണ്ടോ എന്നുള്ളത് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻസിയുടെ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൽ സാറ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ തിയറി ഏതൊക്കെയാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ പഠിക്കാതിരിക്കണേ മുന്നേ ഇങ്ങനെ ഏത് പഠിക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയമെടുക്കും. എന്നിട്ടാണ് ഞാൻ പഠിക്കണേമൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ ഈ ഡിപ്രിസിയേഷൻ പോലത്തെ ചാപ്റ്ററിലൊക്കെ തിയറി ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസൊക്കെ നേരത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു കേസാട്ടോ പറഞ്ഞത്. അതായത് ഇന്നത് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടെങ്കിലും അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സംഭവം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ടൈം ലാപ്സ് ചെയ്തിട്ട് അങ്ങനെ ഫോൺ വെച്ചിരിക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ആയിട്ടുണ്ട്. എന്താ പറയുക, പഠിക്കാതിരിക്കണേൻ്റെ അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ആയിട്ടുണ്ടായിരുന്നു വീഡിയോക്ക്. പിന്നെ ഈ വീഡിയോയിലൊക്കെ എന്താ പറയേണ്ടതെന്നുള്ള വലിയ പിടുത്തല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. മെയിനായിട്ടുള്ള തിയറീസിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള തിയറീസ് കൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പറഞ്ഞ ഒരു 1-2-3 തിയറീസ് ഉണ്ട്, അത് എന്തായാലും പഠിക്കാത്ത ഇതുകൊണ്ട്. പക്ഷേ ബാക്കി കൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ഡിപ്രിസിയേഷൻ ചാപ്റ്ററാണ്, അതിന് അതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് അത് തിയറി എന്തെങ്കിലും പറഞ്ഞാലാണ് പ്രോബ്ലം ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തിയറി കുറച്ച് തിയറി പോർഷൻസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് എന്തോ പറയണതിൻ്റെ ഇടയിൽ മിന്നും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞതാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ +1 കൊമേഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, യൂസിങ് ആളാണെന്നുണ്ടെങ്കിൽ, എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു വൈബോർഡ് എന്താ ഇമ്പോർട്ടൻ്റ് വാങ്ങുക. എസ്പെഷ്യലി ഫോർ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, IT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ബുക്കിൽ പേപ്പറിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ ചെയ്ത് വായിച്ച് ചെയ്ത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഞാൻ എല്ലാവരും യൂസ് ചെയ്യുന്ന ആവശ്യം ഞാൻ ഇതുപോലെ പറഞ്ഞതാണ്. ബാക്കി തിയറീസും കൂടെ പഠിച്ചിട്ട് ഞാൻ പ്രാക്ടിക്കൽ ചെയ്യാൻ കുറച്ച് തിയറീസ് കുറച്ച് അധികം ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സത്യം തീരെ പഠിക്കാൻ തോന്നുന്നില്ല. എക്സാംസ് ആർ സോ ക്ലോസ്. അത് പഠിക്കാതിരുന്നാൽ ഓഫ്കോഴ്സ് ഉണ്ടാവുന്ന കാര്യം പറയുന്നില്ല. എന്തായാലും അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതുവരെ ഞാൻ ആകെ പഠിച്ചത് ഈ കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇപ്പോൾ ഈ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് തിയറി തന്നെ ഇതുവരെ നോക്കാറുണ്ട്. ഈ 2 പേജും കൂടെ തിയറി ഉണ്ട്. ബാക്കി പിന്നെ ഫുൾ പ്രോബ്ലംസ് ആണ് ഇവിടെ. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പഠിക്കാതിരിക്കാം. യെസ്, അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിയറി ഭാഗങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മിന്നും അപ്പുറത്ത് പുട്ടും പഴം കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനോളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഞാൻ പഠിക്കാതിരുന്നത്. മച്ചറോടെ ആണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഒന്നും കുടിക്കാത്ത ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അതാളുമ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഫോണായിട്ട് ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നേരത്തിൽ വേണ്ടി ഇരിക്കാൻ പറ്റണില്ല. കാരണം ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് ഞാൻ ഫോണ് നേരത്തിൽ അങ്ങനെ എടുക്കണ പോലും ഇല്ല ഇപ്പോൾ. വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്, ഐ തിങ്ക് സോ.
അപ്പോൾ ഞാൻ എന്തായാലും ഏകദേശം എൻ്റെ പഠിക്കലൊക്കെ ഒന്ന് സെറ്റായിട്ട് പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11 മണി, ഒരു 12:30 വരെയൊക്കെ അല്ല, ഒരു 11:30 11:45 വരെ ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.